ശൈലജ എന്ന് പറഞ്ഞവർ ഇന്ന് ഓഗസ്റ്റ് 15 തീയതിയാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളും കൂടിയാണ്. രണ്ട് കാര്യങ്ങളുടെയും മംഗളങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും സ്നേഹപൂർവ്വം ആദ്യമേ തന്നെ നേരുകയാണ്. നമ്മൾ വായിച്ചു കേട്ടത് കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ചാണ്. പരിശുദ്ധ അമ്മ ഒരാളുടെ ജീവിതത്തിൽ നടത്തുന്ന അത്ഭുതകരമായ ഇടപെടലുകളെ കുറിച്ച് സാക്ഷ്യം നൽകുന്ന ഒരു സുവിശേഷ ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലുള്ള കാനായിലെ കല്യാണ വിരുന്ന് എന്ന് പറയുന്ന സുവിശേഷ ഭാഗം. ഇവിടെ പറയുകയാണ്, കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയപ്പോ പരിശുദ്ധ അമ്മ വന്നിട്ട് ഈശോയോട് പറയുകയാണ്, അവിടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് പറയുകയാണ്. ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, അല്ലെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടപെടേണ്ട കാര്യമല്ല ഇത്. എനിക്കും നിനക്കും എന്ത് എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നും അത്ഭുതത്തിലേക്കുള്ള ഒരു വളർച്ച അത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ലഭിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മൾ ഒരു ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഈ അത്ഭുതകരമായ ഇടപെടലിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ ദൈവത്തിന്റെ ഇടപെടലുകൾ നടത്തി തരുവാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും ശക്തമായ മാധ്യസ്ഥം പരിശുദ്ധ അമ്മയുടേതാണ്. നമ്മൾ പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള പുസ്തകങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവമുള്ളതാണ്. സ്വർഗത്തിലെ മറ്റേത് വിശുദ്ധരുടെ മാധ്യസ്ഥതകളും 10 മടങ്ങ് ശക്തിയുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം. നമ്മൾ വിശുദ്ധ ഡൊമിനിക്കിന്റെ ജീവിതത്തിലെ ഒരു സംഭവത്തില് അദ്ദേഹം ഒരു മനുഷ്യനിൽ നിന്നും പിശാചിനെ പുറത്താക്കുമ്പോൾ ആ പിശാച് തന്നെ ഇപ്രകാരം വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സ്വർഗത്തിലെ മറ്റേത് വിശുദ്ധരുടെ മാധ്യസ്ഥത്തെക്കാളും ഏറ്റവും ശക്തിയേറിയതാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എന്നൊക്കെ ഈ പിശാച് തന്നെ വെളിപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷഭാഗം ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തില് കൂട്ടുപിടിക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്